നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ബിഹേവിയറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അല്പം ഒന്ന് ചിന്തിക്കണം എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ വരുന്ന കമൻറ്റുകൾ മുഴുവൻ ഇന്നത്തെ കുട്ടികൾ വളരെ മോശപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അവർക്ക് സാമൂഹ്യ പ്രതിബദ്ധതയില്ല, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ആകെ മാറി, അവർ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അല്പം പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എങ്കിലും നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാലഘട്ടം അത് വളരെയധികം കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെപ്പോലെയുള്ള ഒരാൾ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വളരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു ജനറേഷൻ്റെ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും നമ്മളിലേക്ക് അത് പകർത്തപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ നമ്മൾ പഠിച്ചു വന്ന അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകളൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ പഠിച്ചു വന്ന ആ ഒരു കാലഘട്ടവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്നത്തെ കുട്ടികളെ വിലയിരുത്തുന്നത്. അപ്പം നമ്മളെ ആ വിലയിരുത്തുന്ന മാനദണ്ഡങ്ങൾ തന്നെ വ്യത്യസ്തങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വിദ്യാഭ്യാസ പരിപാടികളിൽ പണ്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെ വിപരീതമായിട്ട് ഇപ്പം സുംബ ഡാൻസ് പോലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ കടന്നു വരികയാണ്. ഒരു കാലത്ത് നമ്മൾ അകറ്റി നിർത്തപ്പെട്ട സുംബ നമ്മളെ ക്യാമ്പസിനകത്ത് തകർത്താടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആധുനിക കാലഘട്ടം നമ്മളെ വിദ്യാഭ്യാസ മേഖലയും വിദ്യാർത്ഥികളെയും വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം നമ്മളെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും കുട്ടികളുടെ ചിന്താഗതികളും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഒരിക്കലും ഈ ഒരു മേഖലയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടേണ്ട ഒരാളല്ല. വിദ്യാർത്ഥി എപ്പോഴും ഈ ഒരു സിസ്റ്റവുമായി ചേർന്ന് മുന്നോട്ട് പോകേണ്ട ആളാണ്. അപ്പം അയാളുടെ ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ മൂല്യച്യുതികളും വിദ്യാർത്ഥികളിലേക്കും കടന്നു വരാൻ ചാൻസ് ഉണ്ട്. അപ്പം സമൂഹത്തിൽ എന്തൊക്കെ പോസിറ്റീവ് ഗുണങ്ങളുണ്ടോ അതിനെ നമ്മളെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുത്തുകയും അതുപോലെ തന്നെ ഏതൊക്കെയാണോ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടേണ്ടത് അത് വിദ്യാർത്ഥികളിലേക്ക് കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നമ്മൾ വേണ്ടത്.